പൈറനീസ് പർവ്വതനിരകളിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ പിക്കോ ഡി അനറ്റോയുടെ മുകളിൽ സ്ഥാപിച്ചിരുന്ന ലോഹക്കുരിശ് അജ്ഞാതർ മുറിച്ചുമാറ്റി താഴേക്കെറിഞ്ഞു. കൊടുമുടിയുടെ 3404 മീറ്റർ ഉയരത്തിൽ സ്ഥാപിച്ചിരുന്ന കുരിശാണ് അജ്ഞാതർ മുറിച്ചുമാറ്റി താഴേക്കെറിഞ്ഞത്. പതിറ്റാണ്ടുകളായി പർവ്വതാരോഹകർക്കും പ്രാദേശിക വിശ്വാസികൾക്കും വഴികാട്ടിയും ആത്മീയ പ്രതീകവുമായിരുന്ന ഈ കുരിശിന് നേരെയുണ്ടായ അക്രമം സ്പെയിനിലെ കത്തോലിക്ക സമൂഹത്തെയും പർവ്വതാരോഹകരെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഏകദേശം 100 കിലോയോളം ഭാരമുള്ള ഈ കുരിശ് ആംഗിൾ ഗ്രൈൻഡർ ഉപയോഗിച്ചാണ് മുറിച്ചു മാറ്റിയതെന്ന് മൗണ്ടൻ ഗൈഡായ ചെമറി കരോർ പറഞ്ഞു. കുരിശ് മുറിച്ചു മാറ്റിയ ശേഷം ഇത് മലമുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയുകയായിരുന്നു. ഇത് കരുതിക്കൂട്ടിയുള്ള പ്രവൃത്തിയാണിതെന്ന് ബെസ്ക്യൂ മേയർ മാനുവൽ മോറ വിശേഷിപ്പിച്ചു. 1951 ഈ കുരിശ് കൊടുമുടിയിൽ സ്ഥാപിച്ചത്. അന്നു മുതൽ ലക്ഷക്കണക്കിന് പർവ്വതാരോഹകർക്ക് ലക്ഷ്യസ്ഥാനത്തെത്തിയതിൻ്റെ അടയാളമായും പ്രശാന്തതയുടെയും പ്രതീകമായും ഈ കുരിശ് നിലകൊള്ളുന്നു. അതിശൈത്യവും ഐസും കാരണം കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് 2023 സെപ്റ്റംബറിൽ ഇത് താഴെയിറക്കി അറ്റകുറ്റപ്പണികൾ നടത്തി വീണ്ടും സ്ഥാപിച്ചിരുന്നു. ഹുസൈക്ക മൗണ്ടൻ റെസ്ക്യൂ വിഭാഗം സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. താഴ്വരയിലേക്ക് എറിയപ്പെട്ട കുരിശിന്റെ ഭാഗങ്ങൾ കണ്ടെത്താനായി നാട്ടുകാരുടെ സഹായം തേടിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കുരിശ് വീണ്ടും സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഭാവിയിൽ ഇത്തരം അതിക്രമങ്ങൾ തടയുന്നതിനായി കുരിശിൽ GPS ട്രാക്കർ ഘടിപ്പിക്കുന്നത് പരിഗണനയിലാണെന്നും അധികൃതർ അറിയിച്ചു.